തിരുവനായ കടിച്ച് പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ അത് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും തിരുവനായ ആക്രമണത്തിന്റെ വാർത്ത നിത്യേനയെന്നോണം എല്ലായിടത്തു നിന്നും വരികയാണ്. ഇന്നലെ സുപ്രീം കോടതിയുടെ ഗൗരവതരമായി ഇടപെടലിന്റെ വാർത്ത നമ്മൾ കണ്ടതാണ്. ഡൽഹിയിലെ തെരുവുനായ്ക്കളെ അടിയന്തരമായി ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. ഇനി ഹർജിയുമായി വന്നാൽ മൃഗസ്നേഹികൾക്കെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കുമെന്ന ഭീഷണി സ്വരം പോലും കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരം കർശനമായ ഇടപെടലുകൾ വേണ്ടിവരുന്ന സാഹചര്യമാണ്. കേരളത്തിലെ കണക്കുകളുമാകെ ഞെട്ടിക്കുന്നതാണ്. ഇന്നും നിരവധി ഇടങ്ങളിൽ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളും വിവരങ്ങളും എല്ലാം വരുന്നുണ്ട്. ചില കണക്കുകൾ, ആ കണക്കുകൾ എന്താണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം സ്ഥിതി എന്നത് വിശദീകരിക്കുന്നുണ്ട്. ആ കണക്കുകൾ നമുക്ക് ആദ്യം വിശദമായി തന്നെ ഒന്ന് നോക്കാം. തെരുവുനായ്ക്കളെ സൂക്ഷിക്കുക എന്ന് നമ്മൾ പറയുന്നത് ലാഘവ ബുദ്ധിയോടുകൂടി പറയുന്നില്ല. അത്രമേൽ ഗൗരവതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോവുകയാണ്. 2014 മുതൽ ഒരു 10 വർഷത്തെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2014 മുതൽ 2025 ഏപ്രിൽ വരെ കടിയേറ്റത് 22,52,000 പേർക്കാണ് എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. കഴിഞ്ഞ 7 മാസങ്ങളിൽ കടിയേറ്റത് 1.5 ലക്ഷത്തിലധികം പേർക്ക്. നേരത്തെയൊക്കെ ഇത്രയധികം പേർക്ക് ഒരു വർഷമായിരുന്നു കടിയേൽക്കുന്നതെങ്കിൽ ഇപ്പോൾ 7 മാസം തന്നെ 1 ലക്ഷത്തിലധികം പേർക്ക് കടിയേറ്റു എന്ന വിവരമാണ്. 11 വർഷത്തിനിടെ നായയുടെ കടിയേറ്റ് മരിച്ചത് 160 പേരാണ് നമ്മുടെ നാട്ടിൽ. 2022 സർവേ പ്രകാരം കേരളത്തിലെ തെരുവുനായ്ക്കളുടെ എണ്ണം അത് 2,90,000 വേഗത്തിൽ ഇരട്ടിക്കുന്നു. തെരുവുനായ്ക്കളുടെ എണ്ണം സംഖ്യ എന്നത് വ്യക്തമാക്കുന്ന കണക്കുകൾ ഉൾപ്പെടെ സർക്കാരിന്റെയും കോടതികളുടെയും ഒക്കെ മുന്നിൽ പരിഗണനയ്ക്കായി വന്നതാണ്. മാത്രമല്ല, അടുത്തൊരു കണക്കിലേക്ക് വന്നാൽ തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ 17ാം സ്ഥാനത്താണ് നമ്മൾ. ഇന്നലെ ഡൽഹിയിലെ ഉൾപ്പെടെ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ട കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. കേരളം 17ാം സ്ഥാനത്താണ്. 20,000-ന് മേലെയാണ് 2022 സർവേ പ്രകാരം ഉണ്ടായിരിക്കുന്ന വർധനവ്. ഇനി വിശദമായ മറ്റൊരു കണക്ക് കൂടി. കടി കിട്ടിയവരുടെ കണക്കാണ് ഈ കാണുന്നത്. ഓരോ വർഷവും തെരുവുനായ്ക്കളുടെ കടിയേറ്റവർ 2014 1,19,000 പേർ, 2015 1,22,000 പേർ, 2016 1,30,000 പേർക്ക് കടിയേറ്റു, 2017 1,36,000 പേർക്ക് കടിയേറ്റു, 2018 1.49 ലക്ഷം, 2019 1.61 ലക്ഷം, 2020 മുതലൊക്കെ ഈ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാവുകയാണ്. 2020 1,61,000 പേർക്കാണ് കടിയേറ്റത്. പക്ഷേ 2021 അത് 2,21,000 വർദ്ധിച്ചു. 2022 2,94,000 പേർക്കാണ് തെരുവുനായ്ക്കളുടെ കടിയേറ്റത്. 2023 3 ലക്ഷം കടന്നിരിക്കുകയാണ്. 2023 3,06,000 പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റു എന്നാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഡേറ്റകളിൽ തന്നെ സൂചിപ്പിക്കുന്നത്. 2024 കണക്ക് നേരത്തെ പറഞ്ഞല്ലോ, 3,17,000 പേർക്ക്, അതായത് കഴിഞ്ഞ 2 വർഷം 3 ലക്ഷത്തിലധികം പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട്. എന്നാൽ 22-21 വർഷത്തിൽ തന്നെ അത് ഉയർന്നു വരുന്നത് കാണാമായിരുന്നു 2 ലക്ഷത്തിന് മുകളിലേക്ക്. അതാണിപ്പോൾ 3 ലക്ഷത്തിന് മുകളിലെ ആളുകൾക്ക് ഒരു വർഷം കടിയേൽക്കുന്നു എന്ന ആശങ്കാജനകമായ ഭീതിതമായ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തുന്നത്.